തീർച്ചയായിട്ടും ഉറക്കം നമ്മുടെ ജനറൽ ഹെൽത്തിനെ എല്ലാം വളരെയധികം എഫക്റ്റ് ചെയ്യും. കാരണം സൺലൈറ്റുമായിട്ടുള്ള നമ്മുടെ ഒരു കണക്ഷൻ, നമ്മുടെ സ്ലീപ്പ് പാറ്റേൺ, നമ്മൾ എത്ര രാവിലെ കിടന്നുറങ്ങാൻ നോക്കിയാലും രാത്രിയിലത്തെ ഒരു സ്ലീപ്പിൻ്റെ അത്ര ആവില്ല. അതുപോലെ തന്നെ നമ്മുടെ ചില ഹോർമോൺസ്, മെലറ്റോണിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഒക്കെ നമ്മുടെ ഇൻഫെർട്ടിലിറ്റിയായിട്ടും എസ്പെഷ്യലി സ്ത്രീകളുടെ ഓവുലേഷൻ പാറ്റേണുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഒവേറിയൻ റിസർവുമായിട്ടും ബന്ധമുണ്ട്. അപ്പം അങ്ങനെ അതുമെല്ലാം നമുക്ക് നമ്മുടെ ജനറൽ ഹെൽത്തിനെ അത് ബാധിക്കും. ഒബീസിറ്റി ഒക്കെ അങ്ങനെയുള്ളവർക്ക് കൂടുതലായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതും ഇൻഡയറക്ട്ലി ആണെങ്കിലും നമ്മുടെ ജനറൽ ഹെൽത്തിനെ നല്ല രീതിയിൽ അത് അഫക്റ്റ് ചെയ്യും. ഒരു പ്രോപ്പർ സ്ലീപ്പ്, ലോങ് സ്ലീപ്പ്, ഒരു ബ്രെയിനിനുള്ള റെസ്റ്റ്, അതെല്ലാം നമ്മുടെ കാരണം നമ്മുടെ ബ്രെയിൻ, നമ്മുടെ റിപ്രൊഡക്റ്റീവ് ഹോർമോൺസിൻ്റെ എല്ലാം ഒറിജിൻ നോക്കിയാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇൻ ദ ബ്രെയിൻ ആണ്. അപ്പോൾ അവിടെ നിന്ന് അത് പൾസറ്റൈലായിട്ട് സെക്രീറ്റ് ചെയ്യണമെങ്കിൽ ആ സ്ലീപ്പ് പാറ്റേൺ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. IVF പോലുള്ള ട്രീറ്റ്മെന്റ്സ് പലരും അത് അഫോർഡബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. സോ ശരിക്കും ഇത് നോർമലി എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടോ ഇവിടെ? തീർച്ചയായും നമ്മൾ IVF എന്ന് പറയുമ്പോൾ അതിൻ്റെ കോസ്റ്റ് മെയിനായിട്ട് വരുന്നത് അതൊരു ലോങ് പ്രോസസ്സാണ്. അതുമല്ല നമ്മൾ മറ്റ് നമ്മൾ സാധാരണ പനിയും ചുമയും പോലുള്ള ട്രീറ്റ്മെൻ്റ് അല്ല. ഒരു കുഞ്ഞ് ജീവൻ എടുത്ത് വരണമെങ്കിൽ അതിന് പല സ്റ്റെപ്സ് ഉണ്ട് അതിനകത്ത്. അപ്പം അത് ഫീമെയിൽസിനാണെങ്കിലും മെയിൽസിനാണെങ്കിലും നമ്മൾ ആ പ്രൊലോങ്ഡ് ആയിട്ട് കൊടുക്കുന്ന ഒരു എന്താ പറയുക ട്രീറ്റ്മെൻ്റ് ആയിരിക്കാം അവർക്ക് അതിൻ്റെ റിസൾട്ട് ഫെച്ച് ചെയ്യുന്നത്. അപ്പം ഒറ്റ സൈക്കിളിൽ തന്നെ അത് റിസൾട്ട്സ് ഫെച്ച് ചെയ്യണം എന്നില്ല. കാരണം ഒരു പ്രാവശ്യം ചെയ്യാൻ മിക്കവർക്കും അത് അഫോർഡബിൾ ആണ്. 10 ഇഞ്ചെക്ഷൻസ് എടുത്തിട്ട് IVF പ്രോസസ്സ് വരെ എത്തിക്കാൻ പലർക്കും അച്ചീവബിൾ ആണ്. അത് ഇറ്റ്സ് നോട്ട് വെരി എന്താ പറയുക കമ്പാരിറ്റീവ്ലി ലെസ് ആണ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജീവിതശൈലിയും കൂടെ വെച്ച് നോക്കുമ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷേ ഇതിനകത്ത് ചിലവ് റെക്കറിങ് കോസ്റ്റാണ് അതിനകത്ത് വരുന്നത്. കാരണം ഒരു പ്രാവശ്യം ആയില്ലെങ്കിൽ വീണ്ടും വീണ്ടും ചെയ്യാൻ പലർക്കും അത് ബുദ്ധിമുട്ടായിട്ട് വരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യാൻ, അതിൻ്റെ കറക്റ്റ് ഫാക്ടേഴ്സ് എല്ലാം ചെയ്ത് കറക്റ്റായിട്ടുള്ള പേഷ്യൻസിനെ റിക്രൂട്ട് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് റിസൾട്ട് കിട്ടാൻ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പേഷ്യൻറ്റിനെ അവെയർ ആക്കി കൊടുക്കുക. ഇന്ന രീതിയിൽ പോയാൽ റിസൾട്ട് കിട്ടാൻ, ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് റിസൾട്ട് കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ നമ്മൾ ചീപ്പർ ഓപ്ഷൻസ് അല്ല അവിടെ നോക്കേണ്ടത്. രാദർ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ റെക്കറൻസിൻ്റെ ചാൻസസ് കുറയ്ക്കുകയും ദെയർ ബൈ കോസ്റ്റ് ബ്രിങ് ഡൗൺ ചെയ്യാൻ പറ്റുകയും ചെയ്യാം. ഓക്കെ. ബിക്കോസ് അത് കോമൺ ആയിട്ട് എല്ലാവർക്കും വേണ്ടുന്ന ഒരു സംശയമായിരിക്കും. തീർച്ചയായിട്ടും അത് IVF അഫോർഡബിൾ അല്ല എന്നൊരു എപ്പോഴും നമുക്ക് തോന്നും. പക്ഷെ നമുക്ക് ഉള്ള പേഷ്യൻസ് എല്ലാവരും അങ്ങനെ എല്ലാ ഇതിലുമുള്ള ആളുകൾ നമ്മുടെ പേഷ്യൻസ് ആയിട്ടുണ്ട്. സോ ഇറ്റ്സ് അബൌട്ട് നമ്മൾ അവർക്ക് കൊടുക്കുന്ന മ്യൂച്വൽ ഒരു സപ്പോർട്ടും അതെല്ലാം ആണ് അവരെയും ഈ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കാൻ സമ്മതിക്കുന്നത്. കാരണം ഒരു പ്രാവശ്യം IVF ചെയ്യുന്ന ഉടനെ ബേബി ആകണം എന്നൊന്നും നമുക്ക് അങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ല. അതൊരു എന്താ പറയുക ഫോൾസ് പ്രോമിസ് ആയി പോകും. പക്ഷെ ആകുന്നവരുണ്ട്. ചിലപ്പോൾ 1 അല്ല 2 പ്രാവശ്യം ആകും, 3 പ്രാവശ്യം. പക്ഷെ ആ കൺസിസ്റ്റൻസി അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മളും പേഷ്യൻറ്റും ഡോക്ടറും തമ്മിലുള്ള ഒരു വിശ്വാസവും അതുപോലെ തന്നെ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സ്ട്രെങ്ത്തുമാണ് അവരെ അത് കണ്ടിന്യൂ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുക.